ഹായ് ഗായ്സ്, എല്ലാവർക്കും മൂവി കാർഡിയാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സജിൻ ഗോപു, അനശ്വര രാജൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്ത പൈങ്കിളി എന്ന ചിത്രം ഇപ്പോഴിതാ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ചിത്രം ഫെബ്രുവരി 14 വാലന്റൈൻസ് ദിനത്തിലാണ് തിയേറ്ററുകളിൽ എത്തിയത്. പൈങ്കിളി സജിൻ ഗോപുവിന് ആദ്യ നായകവേഷം സമ്മാനിച്ച ചിത്രം കൂടിയാണ്. ആവേശം എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ റോഷൻ ഷാനവാസും നിരവധി മറ്റു താരങ്ങളും ഈ സിനിമയിൽ അണിനിരക്കുന്നു. ചിത്രത്തിന്റെ നിർമ്മാണം ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സും അർബൻ ആനിമൽസ് ചേർന്നാണ് നിർവഹിക്കുന്നത്. ഫഹദ് ഫാസിലും ജീത്തു മാധവനും ചേർന്നാണ് നിർമ്മാണ ചുമതല നിർവഹിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ OTT റിലീസ് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. രോമാഞ്ചം, ആവേശം എന്നീ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനായ ജീത്തു മാധവൻ ആണ് പൈങ്കിളി എന്ന ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ സജിൻ ഗോപു, അനശ്വര രാജൻ എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളായി എത്തുമ്പോൾ ചന്തു, സലീം കുമാർ, അബു സലീം, ജിസ്മ വിമൽ, ലിജോ ജോസ് പെല്ലിശ്ശേരി, റിയാസ് ഖാൻ, അശ്വതി ബി, അമ്പിളി അയ്യപ്പൻ, പ്രമോദ് ഉപ്പു, അല്ലുപ്പൻ, ശാരദാമ, വിജയ് ജേക്കബ്, ദേവനന്ദ, ദീപു പണിക്കർ, സുനിത ജോയ്, ജൂഡ്സൺ, അജയ് സുലേഖ, പ്രണവ് യേശുദാസ്, ഷിബുക്കുട്ടൻ, അരവിന്ദ്, പുരുഷോത്തമൻ, നിഖിൽ, സുകുമാരൻ തുടങ്ങി നിരവധി താരങ്ങളും അണിനിരക്കുന്നു. ചിത്രം റൊമാൻസിനും കോമഡിക്കും പ്രാധാന്യം നൽകിയാണ് ഒരുക്കിയിരിക്കുന്നത്. ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സും അർബൻ ആനിമൽസും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം. പൈങ്കിളി OTT റിലീസ് സംബന്ധിച്ച് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം മനോരമ മാക്സിലൂടെ സ്ട്രീം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇതുവരെ ഒഫീഷ്യൽ സ്ഥിരീകരണമോ സ്ട്രീമിംഗ് തീയതി പ്രഖ്യാപനമോ ഉണ്ടായിട്ടില്ല. വിനോദ പ്രേമികൾക്കും സിനിമാസ്വാദകരും OTT റിലീസ് തീയതി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായി ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ്. പൈങ്കിളി സിനിമയുടെ അവലോകനം അനുസരിച്ച് ഇതൊരു കാരിക്കേച്ചർ കോമഡി ആണെന്ന രീതിയിൽ വിമർശനം നേരിട്ടിരുന്നു. ചിത്രം നിർബന്ധിത നർമ്മം നിറഞ്ഞതും കൃത്രിമ നിമിഷങ്ങൾ കൂടുതൽ ഉള്ളതുമാണെന്നാണ് വിമർശനം ഉയർന്നത്. അനശ്വര രാജൻ അവതരിപ്പിച്ച ഷീബ ബേബി എന്ന കഥാപാത്രം വീട്ടിൽ നിന്നിറങ്ങി സ്വന്തം ജീവിതം സ്വന്തം ഇഷ്ടപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്നാൽ അവളുടെ ശ്രമങ്ങൾ ആവർത്തനാത്മകമായി പരാജയപ്പെടുന്നു. അവളുടെ അച്ഛൻ ഓരോ തവണയും അവളെ തിരികെ കൊണ്ടുപോകുന്നു. ചിത്രത്തിൽ സജിൻ ഗോപുവിന്റെയും അനശ്വര രാജന്റെയും പ്രകടനം പ്രശംസനീയമായിരുന്നെങ്കിലും രചനയിലുണ്ടായ പോരായ്മകൾ സിനിമയുടെ മികവ് കുറച്ചുവെന്നാണ് നിരൂപകരുടെ വിലയിരുത്തൽ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സിനിമയുടെ ന്യൂ അപ്ഡേറ്റ്, OTT അപ്ഡേറ്റ് എന്ന നിലയിൽ സംസാരിക്കാൻ ഉള്ളത്. ഇങ്ങനെയുള്ള സിനിമാ വിശേഷങ്ങൾ കൂടുതലായിട്ട് അറിയാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.